മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് ചെറിയ മനുഷ്യനും വലിയ ലോകവും എന്ന ലാസ്റ്റ് പേജില് ഒരു കാർട്ടൂൺ മാതിരി ചിന്തോദ്ദീപമായിട്ടുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. അത് ഞാൻ എപ്പോഴിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ആ വാക്കുകള് വലിയ ലോകവും ചെറിയ മനുഷ്യനും. പണ്ട് എറണാകുളത്തെ സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് 1973, 74, 75, 76 കാലയളവില് ഫാദർ അഗസ്റ്റിൻ കുന്നുള്ളി എന്ന് പറയുന്ന മാത്തമാറ്റിക്സില് PhD എടുത്ത ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ. ഒരച്ഛനാണ് പ്രിൻസിപ്പാള്. വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കൽ ക്ലാസ്സിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പ് യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2900-ഓളം 3000-അടുത്ത മെസ്സേജസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് അത് ഭൂരിഭാഗം ആൾക്കാരും കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഞാനതൊന്നുകൂടി ആവർത്തിക്കുകയാണ്. അത് പല പ്രാവശ്യം ആവർത്തിച്ചാലും വളരെ പ്രയോജനപ്രദമായതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്. ഈ ഫാദർ അഗസ്റ്റിൻ കുന്നുള്ളി ക്ലാസ്സിലേക്ക് വന്നു. എത്തിക്സ് ആണ് ക്ലാസ്. അദ്ദേഹം മാത്തമാറ്റീഷ്യൻ ആണെങ്കിലും അദ്ദേഹം ചിലപ്പോൾ ഇങ്ങനെ എടുക്കാറുണ്ട്. ഞാൻ BSc കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം ക്ലാസ്സിൽ വന്നിട്ട് വളരെ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ കുറേ നേരം എല്ലാവരെയും നോക്കിയിരുന്ന് അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലീഷിലാണ്, ഞാനത് മലയാളത്തിലാക്കാം. നിങ്ങൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എത്ര വലുതാണ് പ്രപഞ്ചം. അതിൻ്റെ ബിഗിനിങ് പോയിന്റും മിഡിൽ പോയിന്റും എൻഡ് പോയിന്റും ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അത്രയും വലിയൊരു പ്രപഞ്ചത്തില് ഇത്ര ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികൾ. അദ്ദേഹം ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികൾ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ അത്ഭുതത്തോടുകൂടി ചുളിയുന്നത് കാണാൻ സാധിക്കും. ആ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികൾക്കകത്ത് അതിൽ ഓരോ ഗാലക്സിയുടെ അകത്തും ബില്യൺസ് ആൻഡ് ബില്യൺസ് സോളാർ സിസ്റ്റങ്ങൾ. അങ്ങനെയുള്ള ഒരു ഗാലക്സിയാണ് മിൽക്കി വേ ഗാലക്സി. നമ്മുടെ ഗാലക്സി എന്ന് പറയുന്നത് ക്ഷീരപഥം. അതിനകത്ത് അനവധി സോളാർ സിസ്റ്റങ്ങളുള്ളതിൽ ഒരു സോളാർ സിസ്റ്റമാണ് നമ്മളിരിക്കുന്നത്. ആ സോളാർ സിസ്റ്റത്തിൽ ഇപ്പോഴും എത്ര ഗ്രഹങ്ങളുണ്ട്, പ്ലാനറ്റുകൾ ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. എങ്കിലും 9 ഗ്രഹങ്ങൾക്ക് തുല്യമായിട്ടുള്ള സെലസ്റ്റിയൽ ബോഡീസിലെ ഒരെണ്ണമാണ് ഭൂമി. ആ ഭൂമിയിലെ 7 കോണ്ടിനെന്റുകൾ, ഇത്രയും വലിയ ഭൂമിയിലെ 7 കോണ്ടിനെന്റുകൾ ഉള്ളതിൽ ഒരു കോണ്ടിനെന്റാണ് ഏഷ്യൻ കോണ്ടിനെന്റ്. ഏഷ്യൻ കോണ്ടിനെന്റിൽ ഇത്രയും അധികം രാജ്യങ്ങളുള്ളതിൽ ഒരു രാജ്യമാണ് ഭാരതം. ഇത്രയും വലിയ ഭാരതത്തില് ഒരു സംസ്ഥാനമാണ് കേരളം. അത്രയും വലിയ കേരളത്തില് ഒരു ജില്ലയാണ് എറണാകുളം. ആ എറണാകുളത്തിൽ അനവധി റോഡുകളുള്ളതിൽ ഒരു റോഡാണ് ബാനർജി റോഡ്. ആ ബാനർജി റോഡിന്റെ 2 സൈഡിലും എത്രയോ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും എല്ലാം ഉള്ളതിൽ ഒരെണ്ണാണ് സെയിന്റ് ആൽബർട്ട്സ് കോളേജ്. ആ സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ ഇത്രയും അധികം ക്ലാസ് മുറികളും എല്ലാം ഉള്ളതിൽ ഒരു മുറിയിലാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. ഈ 4 വലിയ ചുമരുകൾക്കകത്തുള്ള ആ ക്ലാസ് മുറിയിൽ എത്രയോ വിദ്യാർത്ഥികൾ, 60-ഓളം വിദ്യാർത്ഥികളുള്ളതിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളും. ആ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പവുമായി ചേർത്ത് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. വെറുതെ താരതമ്യം ചെയ്ത് നോക്കാം. എത്ര വലിപ്പമുണ്ട് നമുക്ക്. എന്നിട്ട് ഈ പ്രപഞ്ചത്തിൽ നോക്കാം, പ്രപഞ്ചത്തിന് എത്ര വലിപ്പമുണ്ട്. അപ്പൊ നമുക്കൊന്ന് മനസ്സിലാവും, നമ്മൾ വെറും ആറ്റങ്ങളെ പോലെ മാത്രമാണ്, പരമാണുവിനെ പോലെ മാത്രമാണ്. ഇത്രയും അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കയറുകയാണ്.
ഈ ആറ്റത്തിന്റെ അത്രയുമുള്ള നമ്മൾ വിചാരിക്കുന്നു നമ്മളില്ലെങ്കിൽ ഈ ലോകത്തിലെ പല കാര്യങ്ങളും നടക്കില്ല, പലതും നടക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. ഇന്നലെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ വന്നപ്പോ എൻ്റെ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന പലരും പല പല കാര്യങ്ങൾ അവരുടെ ആ ഓഫീസിൽ നിന്ന് വിളിച്ച് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഈ ഓഫീസിലേക്ക് വിളിച്ച് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അയാളോട് ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, അത് ചെയ്യുന്നു. ഇങ്ങനെ ആ ട്രെയിനിനകത്ത് ശരിക്കും ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള അത്രയും മൊബൈൽ മാനേജ്മെന്റ് അവർ ചെയ്യുന്നത്. അവര് എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ മുഖഭാവവും അവരുടെ കോൺവെർസേഷനും എല്ലാം അവരുടെ കമ്പനിയിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് മാത്രമാണ് അവരിയ്ക്കുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു നല്ല AC കമ്പാർട്ട്മെന്റിലുള്ള യാത്ര പോലും ആസ്വദിക്കാൻ പറ്റാത്ത വിധത്തിൽ അവർ ടെൻഷനിലാണ്. ഇപ്പോ എല്ലാവരും വിചാരിക്കുന്നു ഞാനാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളത്, ഞാനിത് പരിഹരിക്കും, ഇത് പരിഹരിക്കണം, ഇല്ലെങ്കിൽ സ്വസ്ഥതയില്ല. അങ്ങനെ ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ അനവധി ഗാലക്സികളിൽ ഒരു ഗാലക്സിക്കകത്തുള്ള, അനവധി സോളാർ സിസ്റ്റത്തിൽ ഒരു സോളാർ സിസ്റ്റത്തിനകത്തുള്ള, അനവധി ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമായ ഭൂമിയിൽ അനവധി കോണ്ടിനെന്റുകളുള്ളതിൽ ഒരു കോണ്ടിനെന്റിനകത്തുള്ള, ഒരു രാജ്യത്തിനകത്തുള്ള അനവധി സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തിനകത്തുള്ള അനവധി ജില്ലകളിൽ ഒരു ജില്ലയിൽ ഒരു റോഡിൽ അതിലുള്ള ഒരു ബിൽഡിങ്ങിനകത്ത് ഒരു ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന നമ്മളെ പോലെ നമ്മളാണ് ഇതിനെല്ലാത്തിനും ആധാരമായിട്ടുള്ളതെന്ന് ധരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന ധാരണ. എനിക്ക് തോന്നിയത് ഈ ലോകവും ബാക്കിയുള്ളതില്ലെങ്കിൽ നമ്മളില്ല, അതുറപ്പാണ്. പക്ഷെ നമ്മളില്ലെങ്കിൽ ഈ ലോകമുണ്ട്, ഈ പ്രശ്നം പരിഹരിക്കാൻ വേറെ ആൾക്കാരുണ്ട്. 90% പ്രശ്നങ്ങൾ തന്നെത്താനെ ഉണ്ടായത് തന്നെത്താനെ തന്നെ പരിഹരിക്കപ്പെടും. നമ്മൾ വെറുതെ ഒന്ന് കാറ്റലൈസ് ചെയ്താൽ മതി, സിനർജിക്ക് എഫക്റ്റ് കൊടുത്താൽ മതി, കുറേയൊക്കെ തന്നെത്താനെ പരിഹരിക്കും. എല്ലാം അങ്ങനെ പരിഹരിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, കുറേ അധികം കാര്യങ്ങൾ പരിഹരിക്കും. പലപ്പോഴും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ വലുതായിട്ട് ആക്ട് ചെയ്യുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യാതെ ശാന്തമായിട്ട്, വളരെ ശാന്തമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ ആ ഇഷ്യൂ തന്നെത്താൻ ഇല്ലാതെയാവും. എത്രയോ വാർത്തകൾ എത്രയോ സീരിയസ് ആയിട്ട് പത്രമാധ്യമങ്ങളിൽ നിരന്തരം വരുന്നു. ആ വാർത്തകൾക്കും ആ ഇഷ്യൂകൾക്കും എത്ര ദിവസത്തെ ആയുസ്സുണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ലോകമില്ലെങ്കിൽ നമ്മളില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മളില്ലെങ്കിൽ ലോകമില്ല എന്ന് പറയുന്ന തെറ്റാണ്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എന്തുണ്ടായാലും അതിന് ഏതാനും മണിക്കൂർ, ഏതാനും ദിവസത്തെ ആയുസ്സേ അതിനുള്ളൂ. അപ്പൊ യഥാർത്ഥത്തില് വലിയ വലിയ പ്രശ്നങ്ങളെ, ചെറിയ ചെറിയ പ്രശ്നങ്ങളെ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ വളരെയധികം മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും തലവേദനയെടുത്ത് കരഞ്ഞ് ടെൻഷനെടുത്ത് ജീവിക്കുമ്പോൾ the system will adjust itself in such a way that effect of the disturbance will be nullified എന്ന ലീഷാക്ലിയർ പ്രിൻസിപ്പിൾ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ അസന്തുലിതാവസ്ഥയിലൂടെ കാര്യങ്ങളും സിസ്റ്റവും പോകുമ്പോൾ കുറേയൊക്കെ സിസ്റ്റം തന്നെത്താൻ അഡ്ജസ്റ്റ് ചെയ്യും. ഈ മഹാപ്രപഞ്ചത്തില് ആ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വരി കൂടിയുണ്ട്, ധർമ്മസ്യ യഥാ യഥാ ഗ്ലാനിർഭവതി. ധർമ്മത്തിന് എപ്പോഴെല്ലാമാണോ ഗ്ലാനി സംഭവിക്കുന്നത് അപ്പോഴെല്ലാം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം, നന്മ ചെയ്യുന്നവരെ പ്രൊട്ടക്ട് ചെയ്യാനും ദുഷ്ടകർമ്മം ചെയ്യുന്നവരെ നശിപ്പിക്കാനും ധർമ്മ സംസ്ഥാപനാർത്ഥായ, ആ ധർമ്മത്തെ, ശിഷ്ടത്തെ ഇക്വിലിബ്രിയത്തിൽ നിലനിർത്താനും സംഭവാമി യുഗേ യുഗേ, പ്രകൃതി ചൈതന്യം എന്ന നമ്മളെല്ലാം പ്രകൃതി ചൈതന്യത്തിന്റെ ഭാഗമായിട്ടുള്ളതെല്ലാം അതിനു വേണ്ടി തന്നെത്താൻ അക്കോമഡേറ്റ് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ ഈ മഹാപ്രപഞ്ചത്തിൽ ഒരു ആറ്റത്തിന്റെ അത്രയും വലിപ്പമുള്ള നമ്മളില്ലെങ്കിൽ ഈ ലോകമില്ലെന്ന് ധരിക്കുന്നതും, അല്ലെങ്കിൽ ഞാനാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടതെന്ന് ധരിക്കുന്നതും, വളരെ വികാര തീവ്രമായിട്ട് പലപ്പോഴും പ്രതികരിക്കുന്നതും, ഞാൻ നിങ്ങളെന്നുള്ള വാക്കല്ല ഉപയോഗിച്ചത്, നമ്മളെന്നുള്ള വാക്കാണ്, ഞാൻ ഉൾപ്പെടെ. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ
നമുക്ക് ശരിക്ക് ഒരു സാക്ഷിഭാവത്തിൽ കുറച്ച് ദൂരെ മാറി നിന്ന് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചാൽ എന്ത് ഗംഭീരമായിരിക്കുന്ന ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. പലരും പറയുന്നത് ഇങ്ങനെ കേൾക്കുക, ഈ ചുറ്റും നടക്കുന്നത് കാണുക, വികാര തീവ്രമല്ലാതെ ഇതിനെല്ലാത്തിനെയും ഒന്ന് നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഇങ്ങനെ ശാന്തമായിട്ട് അനുഭവിക്കുകയും അതിനെ വികാര തീവ്രമായിട്ട് പ്രതികരിക്കാതിരിക്കുകയും ശാന്തമായിട്ടൊക്കെ പ്രതികരിക്കുകയൊക്കെ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ അത്ര ഗംഭീരമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്ന ഒരു തോന്നല് നമ്മളില്ലെങ്കിൽ ഈ ലോകമില്ല എന്ന് ധരിക്കുന്നതിന് പകരം ഈ ലോകമുണ്ടെങ്കിൽ നമ്മളുള്ളൂ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ചെറിയ റോളുകൾ ഉണ്ടെങ്കിൽ വികാരത്തിനടിമപ്പെടാതെ വിചാരത്തിനടിമപ്പെട്ട് നമുക്കത് പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ അത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. പ്രണാമം, നമസ്കാരം.